പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും പോപ്പുലർ ഫണ്ടിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അനുകൂലികളുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻകാർ ഏതാണ്ട് 75,000 പേരേ ഉള്ളൂ. അവരൊക്കെ തന്നെ തോക്കെടുത്ത് നിൽക്കുന്നവരാണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ കേരളത്തിലുള്ളവരുടെ നമ്പർ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അവർ തോക്കൊക്കെ ഒളിപ്പിച്ച് വെച്ച് എന്ത് ചെയ്യുന്നതാണ്, വിഷം പുരട്ടിയ നാക്കുമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഈ PFI പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞൊരു ഒറ്റവരി കുറിപ്പിൽ PFI പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞെഴുതി കേരളത്തിൻ്റെ അമീറോ അതോ പ്രസിഡൻറ്റോ ആരോ തന്നെ സ്ഥലം കാലിയാക്കിയെന്ന് നമുക്കറിയാം. പക്ഷേ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള SDPI ഇപ്പോഴും ഉണ്ട്. അവർ കുറേ കാലമൊക്കെ മിണ്ടാതിരുന്നു. പക്ഷേ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ചെറിയ വാല് വെച്ചിരുന്നു. അവർ വലിയ തോതിലുള്ള പ്രകടനമൊക്കെ CPMൻ്റെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ നടത്തി. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലുണ്ടെന്നും ഇവർ പല പ്രവർത്തനങ്ങളും നടത്തുമെന്നും ഇവരെ പുറമേ പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോട എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ളൊരു പ്രകടനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വലിയ സമ്മേളനം, അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഒരു കൊച്ചിനെ കൊണ്ടാണ് അത് വിളിപ്പിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ കരുതിയിരുന്നോ എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചതിന് ശേഷം നമുക്കറിയാം ഗവൺമെൻറ് നാണിച്ചാണ് ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് അതിൻ്റെ പുറത്ത് കേസെടുത്തു. ആ കേസ് ഇപ്പോൾ എന്തായെന്ന് നമുക്കറിയില്ല. പക്ഷെ അന്ന് ഇവർ ഉയർത്തിയ മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സേവ് ദ റിപ്പബ്ലിക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏത് റിപ്പബ്ലിക്കിനെയാണ് ഇവർ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ പുറമെ ഇവർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇവർ ഉദ്ദേശിച്ചത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെയാണ്, അതായത് ഇന്ത്യ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നത് കൊണ്ട് നമ്മൾ ഇതിനെതിരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ MEC 7 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പുറത്തേക്ക് വന്നേക്കാണ്. MEC 7 യഥാർത്ഥത്തിൽ പോപ്പുലർ ഫണ്ടുമായി ബന്ധമുണ്ടോ എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാനോ പറയാനോ ഒന്നും കഴിയില്ല. പക്ഷേ MEC 7 എന്ന് പറയുന്ന ഒരു പരിപാടി അവർ ഏറ്റവും ആദ്യം അതിരാവിലെയുള്ള വ്യായാമങ്ങളിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ, പ്രത്യേകിച്ചും മുസ്ലിം വേഷധാരികളായിട്ടുള്ള ആളുകളൊക്കെ നിന്നിട്ട് വലിയ തോതിൽ അതിരാവിലെ ചെന്ന് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കുഴപ്പം എന്ന് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളൊക്കെ വിചാരിക്കും. ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു വലിയ പ്രസ്ഥാനമായി കത്തിപ്പടരുകയാണ് ചെയ്യണം. നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഇത്തരത്തിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി എത്തുന്നു ഗ്രൗണ്ടുകളിൽ. എന്നിട്ട് വലിയ തോതിലുള്ള കായിക പരിശീലനങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ അതിലൂടെ ആരോഗ്യം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, NDF എന്ന് പറയുന്ന നാദാപുരം ഡിഫൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതാണ് പിന്നീട് എന്തായത് നാഷണൽ ഡിഫൻസ് ഫ്രണ്ട് എന്നൊക്കെ ആക്കി മാറ്റിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവരാണ് പിന്നീട് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളായി പലരുമായി മാറിയത്. അപ്പോൾ അത്തരത്തിൽ നാദാപുരത്തുള്ള ആ പ്രസ്ഥാനമൊക്കെ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഇതുപോലെ തന്നെ ആരോഗ്യം സംരക്ഷിക്കൂ, എക്സസൈസ് ചെയ്യൂ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് വന്നത്. ഏറ്റവും ആദ്യമേ തന്നെ ഇതുപോലെയുള്ള എക്സസൈസുകളൊക്കെയാണ് അവർ രാവിലെ നടത്തിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരുടെ അജണ്ടകൾ മറ്റു പലതുമായിരിക്കും, പക്ഷെ അതിൻ്റെ പുറമെ തേനൊക്കെ പുരട്ടിയിട്ടാണ് അവർ ഇത് പരിപാടിയായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ടൊരു ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒന്ന് മുഹമ്മദ് അലി കിനാലൂർ എന്ന് പറയുന്ന SYSൻ്റെ കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഈ പരിപാടി MEC 7 എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്നത്, അതിൻ്റെ ഒരു അംബാസഡർ എന്ന് പറയുന്നത് ബാബ തുറക്കൽ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അയാളൊക്കെ പറയുന്നത് ഇതിൽ പല രാഷ്ട്രീയക്കാരും പല ആളുകളും ഒക്കെ ഉണ്ട്, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ് പുറമേ പറയുന്നൊരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം ഇവർ പറയുന്നത്, ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. അപ്പോൾ ഈ സലാഹുദ്ദീൻ എന്ന് പറയുന്ന എക്സ് മിലിറ്ററിക്കാരനുമൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം ഇവർ പുറമേ ഒന്നും സത്യസന്ധമായി പറയണമെന്നില്ല. അതുപോലെ ബാബ തുറക്കലൊക്കെ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ പല രാഷ്ട്രീയക്കാരും പല മതവിശ്വാസികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ SYSൻ്റെ, അതായത് കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നൊരു കാര്യം, മുഹമ്മദ് അലി കിനാലൂർ ചോദിക്കുന്നത്, ഇവരിതൊക്കെ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇവർ
ഫോക്കസ് ചെയ്യുന്നത് ഒരു മുസ്ലിം പോക്കറ്റുകളിലാണ് കൂടുതലായി. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് സംശയം വരുത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ NDF ഒക്കെ തുടങ്ങിയ നാദാപുരത്ത് തുടങ്ങിയതുപോലെയുള്ള പല പരിപാടികൾ തുടങ്ങിയപ്പോഴും ഇതുപോലെ തന്നെ കാന്തപുരം സുന്നി വിഭാഗമൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്നും അന്ന് പക്ഷേ പലപ്പോഴും നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഇവരുടെ ഇടയിൽ പോയി പെട്ടുപോയി എന്നും പിന്നീട് 5-10 കൊല്ലം കഴിയുമ്പോഴാണ് ഇതിൻ്റെ അപകടമൊക്കെ അവർക്ക് മനസ്സിലായതെന്നും അപ്പോൾ അതിനുശേഷമാണ് ഇവർ പുറത്തേക്ക് തിരിച്ചു വന്നത് എന്നുമൊക്കെയാണ് പറഞ്ഞത്. ചില ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ആ കുഴിയിലേക്ക് അവർ വീണ് പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം സംശയാസ്പദമാണ് ഈ MEC 7 എന്ന് പറയുന്ന ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലായിടത്തും എങ്ങനെയാണ് ഏകോപിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് വലിയ സംശയകരമായ കാര്യമാണ്. ഒരാളുടെ ആജ്ഞ അനുസരിച്ച് അല്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടാണ് എന്ന് വിചാരിക്കുക വയ്യ. പകരം ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടാകുമെന്നും അവർ കൃത്യമായി ഡിസൈൻ ചെയ്ത് കൊടുത്തതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി തന്നെ ബന്ധപ്പെട്ടതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കാര്യം, റിയാദിലൊക്കെ തന്നെ ഇതേപോലെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ MEC 7 പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ചില ടൂറൊക്കെ പോകുന്ന ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു. ആ ടൂർ പോകുന്ന ഫോട്ടോയിൽ പറഞ്ഞിരിക്കുന്നത് ആ ടൂറ് പോയിട്ട് ഇവർ ഏതോ പോയ സ്ഥലത്ത് പാല് തരുന്ന പശുക്കളെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ടച്ച് സ്ക്രീനിലൂടെ അൽഗുർജ് ഫാം മൊത്തം ഇവർ കണ്ടു. അങ്ങനെ ഒരു ചാരിതാർത്ഥ്യം അടഞ്ഞ് തിരിച്ചു പോന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ വലിയ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെതിരെ ഈ കഴിഞ്ഞ ദിവസം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹനൻ മാസ്റ്റർ അടക്കം അവിടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ സംശയമുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന്. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി അവരുടെ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ളത് അവർ ഒരിക്കലും നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല. അവർ ഒന്നില്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അവരുടെ രോദനം അഭിനയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർവ്വമത സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ പുറപ്പെട്ടുകൊണ്ട്, ഇങ്ങനെ പല പേരുകളിൽ ചില ചെറിയ പോസ്റ്ററുകളും നോട്ടീസുകളും ഒക്കെ അടിച്ച് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പിന്നെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ പുറകിലുള്ളത് വെൽഫെയർ പാർട്ടിക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവർ ഇതുപോലെ നിശ്ചയിച്ചിട്ടുള്ള ആളുകളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത് പല ആളുകളും പല സംഘടനകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഹിന്ദു തീവ്രവാദ നിലപാടുകളുള്ള ആളുകളിൽ പലരുമൊക്കെ തന്നെ ചില സംഘടനകൾ, നമുക്കൊന്നും പേരറിയാത്ത ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വരികയും അവർക്കൊക്കെ തന്നെ കൃത്യമായ ലക്ഷ്യമുണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അതിൻ്റെ രാഷ്ട്രീയ രൂപമായിട്ട് SDPI ആണെന്നുള്ളത് മറന്നുകൂടാ. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, PDP പോലെയുള്ള സംഘടനകളും ഒക്കെ തന്നെ ഇത്തരം പല കാര്യങ്ങളും പരീക്ഷിക്കാൻ സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ SYSൻ്റെയൊക്കെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് അലി കിനാലൂർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയുന്നു ഇതിൻ്റെ പുറകിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് തന്നെയാണ് നമുക്ക് സംശയമുള്ളത്. ഇപ്പോഴും അവർ പറയുന്നത് നിരവധി രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അവരൊന്നും ഞങ്ങൾ അവിടെ ഒന്നും ആശയപരമായിട്ടുള്ള ഒരു സംവാദങ്ങളും നടക്കുന്നില്ല എന്നുമൊക്കെയാണ് പറയുന്നത്. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ മറകെട്ടി പ്രത്യേകമായിട്ടുള്ള മറ്റേ എക്സസൈസുകൾ നടക്കുന്നുവെന്നും, പക്ഷേ ആ എക്സസൈസുകൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആണുങ്ങൾ തന്നെയാണ് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ റീൽസുകളായിട്ടൊക്കെ ഇടുന്നതും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് അങ്ങേയറ്റം സംശയാസ്പദമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. കാരണം പല സ്ഥലങ്ങളിലും പല രൂപത്തിലായിരിക്കും ഇത്തരം പ്രസ്ഥാനങ്ങൾ പല പരിപാടികളുമായി എത്തി ജനങ്ങളുമായൊരു സമ്പർക്കമുണ്ടാക്കി അവരുമായിട്ട് അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടാക്കി അവരുടെ ഇടക്കോട് ഇടിച്ചു കയറാൻ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പ്രളയം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്, കോവിഡ് വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്, പലപ്പോഴും സഹായിക്കാൻ ഇറങ്ങിയത് ആരാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല രൂപങ്ങളിൽ പല സ്ഥലങ്ങളിൽ ആളുകളുമായി ബന്ധമുണ്ടാക്കി സംഘടന ശക്തിപ്പെടുത്തുന്നതിൽ ഇവരൊക്കെ ബിരുദന്മാരാണ്. അതുകൊണ്ട് മറ്റേ മുഹമ്മദ് അലി കിനാലൂരും മോഹന മാസ്റ്ററും ഒക്കെ പറഞ്ഞതുപോലെ ഇതിൽ കൃത്യമായി നമ്മൾ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നേ തീരൂ. അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നമായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക.